എന്താ പറയാ യാദൃശ്യമായിട്ട് വീണ്ടും കൂട്ടിമുട്ടി. ഞാൻ എറണാകുളം പോവാ. ഇതില് എറണാകുളം പോകുമ്പോണ് കഴിഞ്ഞ ആഴ്ചയാണല്ലോ പോയി. കഴിഞ്ഞ ആഴ്ച ബിരിയാണി വാങ്ങിക്കൊണ്ട് സൂപ്പർ ആട്ടാ. ഞങ്ങളുടെ ജെ ബ്രാൻഡ് ബിരിയാണി സൂപ്പർ അങ്ങ് പരസ്യമായി കിട്ടിയത്. പക്ഷെ ഒറ്റ തറാറ് അങ്ങക്ക് പാർസൽ ചെയ്യാൻ കഴിയില്ലല്ലോ. ഓൺലൈൻ കച്ചവടം നിങ്ങളുടെ എല്ലാവരും അറിഞ്ഞില്ലേ അവിടെ നിങ്ങളുടെ അവിടെ അറിഞ്ഞിട്ട് ബിരിയാണി വാങ്ങാൻ ഇവിടെ വരട്ടെ. ഞാൻ വരും. ഞാൻ എറണാകുളം പോകുമ്പോ ഇതിലാണ്ട് വിട്ടു. നമ്മുടെ യൂട്യൂബ് ചാനൽ അവിടെ മുഴുവനും ഇതാക്കിയില്ലേ. അപ്പൊ ബിരിയാണി നമ്മള് ഭയങ്കരക്കാരന് ഇപ്പൊ നിങ്ങളെ ജെ ബ്രാൻഡ് കിട്ടണ എന്ത് ചെയ്യും? അവര് ഫംഗ്ഷൻ ആണെങ്കിൽ അവര് വരില്ലോ. വരും. വരാം. ഫംഗ്ഷൻ ആണെങ്കിൽ വരാലോ. കാരണം വലിയ ഫംഗ്ഷൻ അല്ലേ. ഞാൻ കണ്ടൊരു നല്ല കഴിക്കാൻ കഴിയുന്നു. നല്ല കഴിക്കാൻ കഴിയുന്നുണ്ട്. മറ്റേ കഴിഞ്ഞാലേ ഒട്ടി പിടിക്കില്ല, കുഴയില്ല, വെന്തോടില്ല. ഒരു സെക്കൻഡ്. ഹലോ. നമ്മുടെ നമ്മള് അന്നൊരു വന്നപ്പോ നിങ്ങൾ അരി മേടിക്കുന്ന ഞാൻ വീഡിയോ വിടണല്ലോ. അത് രസം, ഭയങ്കര രസം ചോദിച്ചോ നിങ്ങളോട്. അതായത് ഞാൻ ഇങ്ങനെ കൊറേ അവിടെ ഇങ്ങനെ നടക്കുന്നതല്ലേ കളിക്കാനും. വേറെ ദിവസം കൂടി നിങ്ങൾ നീന്തലുണ്ടല്ലോ, ഞാൻ അത് പോയി നീന്തി. എത്തൂല കേട്ടോ, നിങ്ങളിപ്പോ എത്തൂല. ഞാൻ ലോങ് നീന്തു. നമ്മളെ 3 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ നീന്തു. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഈ 60 1 മിനിറ്റില് 100 മീറ്റർ എത്തൂല. അത് ശരിയാ. അത് രസമല്ല. ഇപ്പൊ ഞങ്ങൾ ഈ ഇങ്ങനത്തെ വീഡിയോ ഒന്ന് വിട്ടല്ലോ. അപ്പൊ അതിലുള്ള പ്രയാസം എന്ന് പറഞ്ഞാല് പ്രയാസമല്ല, കാണുന്നവർ മുഴുവൻ ജെ ബ്രാൻഡ് ബിരിയാണി സംഗതി രസമുണ്ട്. ഇനിയിപ്പോ ഏതായാലും അല്ല, ഇനി ഞാൻ കൊണ്ടുപോയി എത്ര 10 കിലോ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ ബിരിയാണി, നമുക്ക് അവിടെ അതിനുള്ള ഒരു സംവിധാനം ഉണ്ട്. അവിടെ ഒരു 10 കിലോ ബിരിയാണി ഉണ്ടായിട്ട് ഇനി പറഞ്ഞ ഈ ആൾക്കാരൊക്കെ ഞങ്ങൾ വിൽക്ക് കുറെ കമ്പനി ഉണ്ട്, ഒരു 10-50 പേര്. അവർക്ക് വിളിച്ചിട്ട് എന്തായാലും ഇനിയിപ്പോ നിങ്ങളെ ജെ ബ്രാൻഡ് ബിരിയാണി അവിടെ കൊടുക്കേണ്ട അവസ്ഥയിൽ എത്തിപ്പോയി. എന്തായി ഞാൻ നിങ്ങളുടെ ലക്ഷണം പറഞ്ഞൊക്കെ പറഞ്ഞു കളിയാക്കി ആളുകള്. കളിയാക്കാണ് അങ്ങനെ കളിയാക്കൊന്നുമില്ല. പിന്നെ എന്നോട് അങ്ങനെ ഒരു എതിർപ്പുള്ള ആൾക്കാരൊന്നുമില്ല. അങ്ങനെ ഈ സ്പോർട്സ് മേഖലയിലുള്ളവർക്കുള്ള സുഖം പറഞ്ഞാല് പൊതുവെ ആളുകൾക്കൊരു താല്പര്യം ഉണ്ടാവും. ഇല്ല നമ്മൾ പറഞ്ഞില്ല. 100 പേരിൽ 1-2 പേർക്കോ അല്ലെങ്കിൽ 2-3 പേർക്കൊക്കെ എതിർപ്പെടാ. നമ്മളത് ഞാൻ എന്താ ചെയ്യില്ലറിയോ, അങ്ങനെ എല്ലാവരും മൈൻഡ് ചെയ്യൂല. അത് മൈൻഡ് ചെയ്യാൻ പോയാൽ നമ്മൾ ഡെസ്പായി പോകും. ഇനിയൊരു ചോദ്യം. ഇപ്പൊ നമ്മള് നിങ്ങളുടെ ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മളെ വീഡിയോസ് ഒക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തപ്പോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. വിശകലനങ്ങളൊക്കെ മനസ്സിലാവും. അതിലെ കമന്റ് ഒക്കെ വായിച്ച് അതിൽ രസമുള്ള കമന്റും ഉണ്ട് കേട്ടാ. രസമുള്ള കമന്റും ഉണ്ട്, ചില ഇതുണ്ട്. അത് നോക്കിയാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നടക്കൂല. അപ്പോ ഞാൻ ഇത് പറഞ്ഞല്ലോ, എന്തേലും നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോ. ഏത് എന്താ പറയാ, കമ്പ്യൂട്ടറിനെ പറ്റിയും ചോദിക്കരുത്, ഇലക്ട്രിസിറ്റിനെ പറ്റിയും ചോദിക്കരുത്. രാഷ്ട്രീയം, മതം, മനഃശാസ്ത്രം, ദൈവശാസ്ത്രം, സ്പോർട്സ്, അങ്ങനെ ഏത് വിഷയം വേണേ ചോദിക്കാം. അല്ല, രാഷ്ട്രീയം ഇപ്പൊ നിങ്ങളന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കൂടെ പറഞ്ഞില്ല. അതിന് മുമ്പ് ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിച്ചു എന്ന് പറഞ്ഞല്ലോ. ഞാൻ വേങ്ങരയില് പിന്നിപ്പോ നമ്മളവിടെ തന്നെ പറഞ്ഞാൽ നമ്മളിപ്പോ ഈ സാമൂഹ്യ പ്രവർത്തനം, ഫുട്ബോളും ഇങ്ങനത്തെ ഇതായിട്ടൊക്കെ നടക്കുമ്പോഴേ സ്വാഭാവികമായിട്ട് നമുക്കും ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് നമ്മൾ ജനങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പൊ നമ്മള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക, നമ്മള് ഒരു സ്ഥാനത്ത് എത്തുമ്പോഴുള്ള ഗുണം എന്താ പറയുക, കുറച്ചുകൂടി നമുക്ക് ചെയ്യാൻ കഴിയും. സ്പോർട്സിലാണെങ്കിലും നമ്മളിപ്പോ എന്ത് പ്രവർത്തനം ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു ഔദ്യോഗിക സ്ഥാനത്ത് എത്തുമ്പോ നമ്മളെ പ്രവർത്തനം തീർച്ചയായിട്ടും അതാണ് ഞാൻ കണ്ടത്. അപ്പൊ അങ്ങനൊരു ശ്രമം നടത്തായില്ല. എന്തായാലും നമ്മള് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. അപ്പൊ നിങ്ങളെ വേങ്ങര നിയോജകമണ്ഡലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ എന്താ പറയാ, UDF-ന് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് ജയിച്ചു വരണമെങ്കിൽ ജനങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ കയറണം. അല്ല, കേറാന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കരുതി കൂട്ടി കയറാനൊന്നും പറ്റൂല. മനുഷ്യന്റെ ഉള്ളിൽ കയറുന്ന ഓപ്പറേഷൻ ചെയ്ത് കയറ്റാൻ പറ്റൂല. നമ്മൾ നന്നായി പ്രവർത്തിച്ചു, നമ്മളെന്താ പറയാ, നമ്മള് ക്ലിയർ ആയിട്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജനം നമ്മളെ കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും. എനിക്കൊരു ഉദാഹരണം വെച്ചാലേ, നമ്മള് ഈ ജെ ബ്രാൻഡ് ബിരിയാണി ഉണ്ടല്ലോ, ഇവിടെ കണ്ടമാനം കുത്തക കമ്പനികളുണ്ടാവും. അതുപോലെ വമ്പൻ സൂപ്പർ മാർക്കറ്റുകൾ, മാളുകളുണ്ട്. പക്ഷെ നമ്മുടെ ഈ ജെ ബ്രാൻഡ് എന്ന് പറഞ്ഞ സാധനം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു. അവര് സ്ഥിരമായിട്ട് ഇത് ഇങ്ങനെ വന്ന് മേടിക്കുന്നുണ്ട്. അപ്പൊ ഒരു വിശ്വാസമുണ്ട്. ഇത്രയും കാലത്തെ പ്രവർത്തനത്തില് ജനങ്ങളുടെ ഉള്ളില് വ്യക്തിപരമായിട്ട് അവരുടെ ഉള്ളില് നിങ്ങളൊരു ആത്മാർത്ഥിയുള്ള ആളാണ്, സത്യസന്ധയുള്ള ആളാണ് എന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ അതീതമായി എന്റെ പ്രവർത്തനം എന്താ പറഞ്ഞാൽ നമ്മൾ ഈ പൊതുപ്രവർത്തനത്തിൽ കിട്ടേണ്ട ഗുണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞ ഭയങ്കര ചൂടനായിരുന്നു. ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫുട്ബോൾ പ്ലേയേഴ്സ് കളിക്കാർ പൊതുവെ എന്താന്ന് പറഞ്ഞാൽ തോറ്റാൽ ഭയങ്കര ദേഷ്യം പിടിക്കാൻ അങ്ങനെ. പക്ഷെ അത് നമ്മൾ ഈ പൊതുപ്രവർത്തനത്തിൽ വരുമ്പോൾ കിട്ടുന്ന ഗുണം എന്താ പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയി വരും നമ്മള്. കാരണം നമ്മൾ കുറെ ആൾക്കാർ ചീത്ത അറിയുണ്ടാവും. അപ്പൊ നമ്മൾ മൈൻഡ് ചെയ്യാതുണ്ടാവും. നമ്മൾ നല്ലത് മാത്രം കേട്ടാൽ മതി. മറ്റേ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ ഒന്ന് വേറെ റിഫൈൻ ചെയ്ത് വരും.
അപ്പൊ അതിൽ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മള് ജോൺസേട്ടനെ ഞാൻ മുസ്ലിം അല്ലേ, അപ്പൊ അതിലുള്ള ഒരു പ്രയാസമല്ല, അതിൽ നമ്മളൊരു വിശ്വാസം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കാം, നല്ല പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ എന്താവും, അത് എന്തായാലും സ്വീകരിക്കും. പിന്നെ നമ്മള് വെറും ഈ എന്താ പറയാ നമസ്കാരം നോമ്പും മാത്രം പോരാ, ഇങ്ങനത്തെ ആളുകളെ വിഷമങ്ങളും കൂടി നമ്മൾ എന്താ അറിഞ്ഞ് അതിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന് ഭയങ്കര കൂലിയ, ഭയങ്കര ഞങ്ങളെ മതത്തില് ഭയങ്കര കാര്യം. നിങ്ങളെ ഒരു ബ്രില്യന്റ് ആണെന്നാണ് തെളിവ്. എന്റെ പേര് നിങ്ങൾ മറന്നില്ല. അത് മറക്കൂല. അത് നമ്മളെന്താ പറയാ, ഒരുപാട് ആൾക്കാര് അത് ഇനിയിപ്പോ എന്റെ നാട്ടിലൊക്കെ തന്നെ കേട്ടാ, ഒറ്റ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് അവിടെ ആരെ കണ്ടാലും ഭയങ്കരക്കാരനാന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം അത് നമ്മളൊരു ഇതാണ്. പിന്നെ ആദ്യമൊക്കെ ഞാൻ നല്ലോണം നടന്നിരുന്നു, ഭയങ്കര ഫുള്ള് നടക്കും. ഒരു 10 കിലോമീറ്റർ സറൗണ്ടിൽ നമ്മൾ നടക്കും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഗ്രൗണ്ടിൽ തന്നെ നടക്കൽ തുടങ്ങി. പിന്നെ ആ ഒരു വേറെ തന്നെ അല്ലേ. ഞങ്ങളുടെ കടയുടെ ഈ ബിരിയാണി ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ ഹോട്ടലുകള്, സൂപ്പർ മാർക്കറ്റ്, കാറ്ററിംഗ് ആണല്ലോ. പൈസ കിട്ടുമോ? അതല്ല, അപ്പൊ കൂടുതൽ നിങ്ങളുടെ ആളുകളായിട്ട് കൂടുതൽ ഇടപാട്. അപ്പൊ ഞങ്ങളുടെ കടയിൽ ഇപ്പൊ ഒരു പെരുന്നാൾ വന്നു, വിശേഷം വന്ന എല്ലാവരും വരുന്ന ഒരു കട ഞങ്ങളുടെ കടയാണ്. അല്ല, നിങ്ങൾ ഈ ഹോൾസെയിൽ കൊടുക്കുമ്പോൾ പൈസ കിട്ടും? അത് പൈസക്ക് ബുദ്ധിമുട്ടാണ്. ഹോൾസെയില് ഞങ്ങളെ സിമെന്റ് മേഖലയിലൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം പൈസ കിട്ടുന്നില്ല എന്നുള്ളത്. ഞാനൊക്കെ കടം കൊടുക്കൽ നിർത്തി, കിട്ടാനായി. ഏറ്റവും കൂടുതൽ ഇത് മേടിക്കാൻ വരുന്ന ഒരു കട ഞങ്ങളുടെ കടയാണ്. പക്ഷെ നിങ്ങൾ ഈ ഭക്ഷണ സാധനം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ. ഇപ്പൊ ഞങ്ങള് സിമെന്റും ഒക്കെ തന്നെ നമ്മൾ ഒരുത്തന്റെ വീട് പണിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഇതാവുമ്പോഴേ അപ്പൊ അവർക്കൊരു കിട്ടുന്ന ഒരു എന്താ പറയാ, ഒരു ഫീല് തീർച്ചയായിട്ടും നല്ല രസമുള്ള. കച്ചവടത്തിനുണ്ട് ഓരോ ബർക്കത്തുകള് പെട്ടാണ്. ഇനി ഒരു എന്തായാലും നിങ്ങള് ഇങ്ങനെ അല്ല, ഇടയിൽ കൂടെ പറയാൻ മറന്നു, 10 കിലോ ബിരിയാണി പറഞ്ഞാലി എനിക്ക് പോകുമ്പോൾ എടുത്ത കാലം. ശരി ജോണി, തിരക്കാണെന്ന് അറിയാം. ഒരു 10 കിലോ അരി ജയ ബ്രാൻഡ് എടുത്തു വെച്ചോടാ. ഒരു സെക്കൻഡ് കേട്ടാ, കട്ട് ചെയ്യണ്ട. ഇവിടെ സ്ഥിരം പതിവാ. ഹലോ, കച്ചവടം നടന്നോട്ടെ അതിന്റെ അടിയിൽ. ഞാനിപ്പോ വിളിക്കാട്ടോ, ഞാനൊരു വീഡിയോ ചെയ്തോണ്ട് ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കും കേട്ടാ. അപ്പോളേ ഇതിലേ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളിപ്പോ ഒരു പൊതുപ്രവർത്തനം ഇത്രയും കാലമായിട്ട് ചെയ്തൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ മനസ്സിലാക്കും നിങ്ങളെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ജനങ്ങൾക്ക് നമ്മളൊരു തെരഞ്ഞെടുപ്പിനൊക്കെ മത്സരിക്കുകയാണെങ്കിൽ ഒരു അജണ്ട, ഒരു ജനങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനൊരു സന്ദേശം ഉണ്ടോ? ഞാൻ അവിടെ പറയുമ്പോ ജനങ്ങൾ വിശ്വസിക്കണ്ടേന്ന്. കാരണം രാഷ്ട്രീയ പാർട്ടികളെ കഴിഞ്ഞാലേ ജനങ്ങളെ വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ അവസരം നിങ്ങൾക്കൊരു വിശ്വസിക്കാവുന്ന ഒരു മുഖം, അത് വളരെ ഘടകമാണ്. അതിന് നമുക്ക് അവിടെ മുഖമുണ്ട്. എന്താ സംഗതി പറഞ്ഞാല്, കഴിഞ്ഞ ഇലക്ഷൻ മത്സരിച്ചപ്പോ അതിനൊരു തെളിവായിട്ട് തന്നെ നമ്മൾക്ക് അവിടെ കളിക്കാനും സ്ഥലം. അത് നമ്മളവിടെ ശരിക്കും കാണിച്ചു, അതിനൊരു രേഖ അവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ഞങ്ങളോട് അതാ വീണ്ടും പറഞ്ഞു, നമ്മളൊരു ഔദ്യോഗിക സ്ഥാനത്തെത്തുമ്പോ കുറെ കാര്യങ്ങള് നമുക്ക് ചെയ്യാൻ കഴിയും. അത് ചെയ്യാൻ കഴിയുന്ന ഉറപ്പാ. കാരണം എന്താ പറയാ, നമ്മൾ വേറെ ബിസിനസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മള് ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ സിമെന്റ് കച്ചവടത്തിന് പോയി ഇരുന്ന് കാണ്ട് നിങ്ങളായിരിക്കും ഇവിടെ ഇരുന്ന് കാണ്ട് പിന്നെ ഇവിടുത്തെ ബാക്കി കാര്യം പൊതുപ്രവർത്തനം ആയി ഇറങ്ങുമ്പോൾ 100% നമ്മൾ അവരെ വോട്ട് വാങ്ങി വന്നു കഴിഞ്ഞാൽ അതിന് അവർ അവൈലബിൾ ആയി. അത് പിന്നെ എന്താ ഭയങ്കരക്കാർക്ക് ഇന്ന അറിയാം. ഞാനിപ്പോ എനിക്കൊരു 11,255 വോട്ട് കിട്ടി. എന്നെ കാണുന്നതിന് യാതൊരു തടസ്സമില്ല ആളുകൾക്ക്, എല്ലാവർക്കും എന്നെ കാണാം. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാല് ഏത് സമയത്ത് എന്നെ വന്ന് കാണാൻ കഴിയും. അത് സഭാ സ്ക്വയറിൽ വന്നു കഴിഞ്ഞാൽ കാണാം. പിന്നെ അതൊരു രസാക്കി എടുത്താൽ മതി. ഇത് നമ്മുടെ ജോലിയല്ല, പൊതുപ്രവർത്തനം എന്ന ജോലിയല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ അത് രസമാണ്. തീർച്ചയായിട്ടും എന്താ പറയാ, നിങ്ങള് രണ്ടാമത് വന്നു, വളരെ സന്തോഷം. ഇനി ഇവിടെ പോണ സമയത്തൊക്കെ ഇങ്ങോട്ട് വരട്ടെ. അല്ല, എന്തായാലും ഇതിൽ തന്നെ പോവാന്. ഇനി ഞാൻ നിങ്ങളെ പറ്റി ഒരു പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ലക്ഷണം വെച്ചിട്ട് ഇങ്ങനെ സാധ്യത നിങ്ങൾ പറഞ്ഞു നമ്മളിപ്പോ ഒരു 3 കിലോ അരി കച്ചവടം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറയേണ്ട കച്ചവടക്കാരനല്ലേ, ഒരു 3 കിലോ അരി ബിരിയാണി കച്ചവടം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറയേണ്ട കാര്യം അല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോഴേ ഇപ്പൊ ഞാൻ ഇരിക്കുന്നില്ലേ, നിങ്ങൾ ഇരിക്കുന്നില്ലേ, ആ മുഖം രണ്ടാളിൽ നിങ്ങൾ നോക്കുമ്പോ ഈ തലയുടെ മൂക്ക് ഇതൊക്കെ നോക്കുമ്പോ നിങ്ങൾക്ക് അത് എടുത്തറിയാം. അല്ല, അത് ഞാൻ പോയി നോക്കി. നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ പോയി നോക്കി. ഞാൻ ശരിക്കും നിങ്ങൾ പോയി നോക്കിയപ്പോ കുറെ നിങ്ങൾ പറഞ്ഞ മുഖം കുറച്ച് വലിയ മുഖമാണ്. തല ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ, മോഹൻലാല്, ധോണി, രോഹിത് ശർമ്മ, പിന്നെ കരുണാകരൻ ഉയരം കുറഞ്ഞ ആളാ, പക്ഷെ വലിയ തലയാ. നീണ്ടതാണ്. ഏക്കാനാണ് ഉയരം കുറവ്, വലിയ തല. അച്യുതാനന്ദൻ ഉയരം ഒന്നും കുറവ്, പക്ഷെ വലിയ തലയാ. നമ്മുടെ പ്രണവ് മുഖർജി വലിയ തലയാ.
ഞാൻ ഈ സാമൂഹിക ലക്ഷണം പഠിച്ചുള്ളതുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഈ കൈനോട്ട് അറിയോ നിങ്ങൾക്ക്? അതൊക്കെ അറിയും. ഓ പറയൂ. കൈരേഖ, കച്ചവടം മാത്രല്ല, ജ്യോതിഷം, ദൈവശാസ്ത്രം, മനഃശാസ്ത്രം, ഇങ്ങനെ ഒരാളെ മനസ്സിന്റെ ഉള്ളിലെ ചിന്തകൾ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്താ എന്റെ മനസ്സിൽ എന്താ വിചാരിക്കുന്ന? അപ്പൊ അല്ല, എനിക്ക് തോന്നിയത് നിങ്ങളൊരു രസികനാണ് ആള്. നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല. അല്ല, അപ്പോ ഒരു എന്താ പറയാ, ഈ പരമാവധി നിങ്ങൾ നന്നാവണം, നിങ്ങളുമായി ബന്ധപ്പെടുന്നവർ നന്നാവണം, നിങ്ങൾക്ക് സന്തോഷം കിട്ടണം, എല്ലാവർക്കും സന്തോഷം കിട്ടണം. പോസിറ്റീവായി ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് കാണുള്ളൂ. അല്ല, പോസിറ്റീവായി കണ്ടാൽ മതി. നമ്മളിപ്പോ കഴിഞ്ഞ് പോയതിനെ പറ്റി സങ്കടപ്പെട്ടൊരു കാര്യമില്ല. വരാളിനെ പറ്റിയിട്ട് നമ്മള് ഞാൻ ഒരുപാട് പേടിച്ചിട്ടും കാര്യമില്ല. വരാളിലൊക്കെ വരും. അതാ കൂടുതൽ ഇങ്ങനെ നമ്മള് പുഴയിൽ രാവിലെ നീന്തുന്ന പോലെ. മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാണ്ടല്ലേ മരണം വരെ പൊരുതിക്കൊണ്ടേയിരിക്കും. അല്ല, അതങ്ങനെ പുഴവെള്ളം പോകുന്ന പോലെ. പുഴവെള്ളം നമുക്ക് ആർക്കും പിടിച്ചത് അതിങ്ങനെ പോയി അറബിക്കടലിലേക്ക് പോകണേ. ഞങ്ങള് കടലൂട്ടി പോയാൽ അറബിക്കടലിലേക്ക് ഇങ്ങനെ പോകും എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മളെ ജീവിതം ഇങ്ങനെ. അല്ല, ശരിക്ക് ഭയങ്കര നമ്മുടെ പൊന്നാനി കഴിഞ്ഞിട്ടാണോ? പൊന്നാനി ഉണ്ട്, പിന്നെ അടുത്തത് അല്ല, പൊന്നാനി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തവനൂര് കഴിഞ്ഞാൽ കോട്ടക്കൽ കഴിഞ്ഞാൽ ഭയങ്കര. അതല്ലേ, ഓക്കെ. എന്തായാലും മലപ്പുറത്തിന്റെയും തിരുവങ്ങാടിന്റെയും കോഴിക്കോട് പോകുമ്പോ ഇതിൽ പെടില്ലേ? കോഴിക്കോട് പോകുമ്പോൾ നിങ്ങൾ അതിൽ പോകണം. ഞങ്ങൾ ഹൈവേക്ക് പോകുമ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടുന്ന് 5 കിലോമീറ്റർ, ഹൈവേന്ന് 5 കിലോമീറ്റർ പോയാൽ ഞങ്ങൾക്ക് ഭയങ്കര വരുമ്പോ എന്തായാലും വരണം. എന്തിനാ പറഞ്ഞേ, ഞങ്ങളെ സഭാ സ്ക്വയർ നിങ്ങൾ എന്തൊരു സംഭവം അറിയാം. നമ്മള് ഇവിടെ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവര് വീട്ടിൽ പോയി പിന്നെ പറയാ 3-4 കല്യാണങ്ങളിലുണ്ടാവും. അപ്പൊ അതല്ല, ഞങ്ങൾ അടുത്ത ഞായറാഴ്ച വരുന്നാല് എന്താ പറയാ, ഏതായാലും 10 കിലോ കൊണ്ടുപോകും. ഞായറാഴ്ച പരിപാടി ഉണ്ടോ? ഞാന് നിങ്ങൾ വരുമ്പോ വിളിക്കാം. ഏതെങ്കിലും സമയത്ത് ഒരു എന്തായാലും മഴക്കാലമല്ലോ, മറ്റേ ജൂൺ ജൂലൈ വരും. അപ്പൊ എന്തായാലും ചാൻസ് വരും. അതല്ല, ഞായറാഴ്ചകളിലെ ഈ കല്യാണം ഉണ്ടാവില്ല. കർക്കിടക മാസത്തില് കല്യാണം ഉണ്ടാവില്ലേ? ആ സമയങ്ങളില് ഒരു ദിവസം വരാം. ഞാനും ഫാമിലി ഒക്കെ ആയിട്ട് വരാം. രാവിലെ വരി, നല്ല ബിരിയാണി വെക്കാൻ പറ്റും. നിങ്ങള് അന്ന് ജാജ ബിരിയാണി ചിലപ്പോൾ അവിടെ ഉണ്ടായിക്കോളുന്നില്ല. ഞങ്ങളെ അടുത്തുള്ള കായ്മ കൊണ്ട് ഒരു ബിരിയാണി കുറിച്ച് നിങ്ങൾ വിളിക്കാം. ഞങ്ങളെ നാട്ടിലെ ബിരിയാണി നിങ്ങൾ ടേസ്റ്റ് ചെയ്യണല്ലോ. ഞങ്ങള് അരിയുടെ കേസ് ചാച്ചാക്കാം. ഞങ്ങള് ചെറിയ കടയെന്നുകൊണ്ട് കാര്യമില്ല. അല്ല, ഞാൻ കണ്ടല്ലോ എത്ര ഭയങ്കര കച്ചവടമല്ലോ. അല്ല, ഞങ്ങളുടെ കടയുടെ ബ്രാൻഡില് സാധനം അടിക്കാൻ ഞങ്ങൾ അത്രയും കൊല്ലത്തെ ഇതുണ്ട്. ഇങ്ങനെയൊക്കെ ഇതേപോലെ കടയുടെ പേരിൽ അടിച്ചു വെക്കാൻ പറ്റുന്നവര് കാറ്ററിംഗ് ആണല്ലോ ബിസിനസ്. അതല്ല, കടയുടെ പേരിലേ നമ്മുടെ കടയുടെ പേരിൽ അരി ഇറക്കിയിട്ട് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി വ്യത്യാസം ഒന്നും വരൂല. അത്രയും ടോപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ കടയുടെ പേരിൽ വെക്കില്ലല്ലോ. വെക്കാൻ പറ്റൂല. എന്തെങ്കിലും മോശമായി കഴിഞ്ഞാൽ കടക്കല്ലേ പേര് മോശം. അതോടുകൂടി കച്ചവടം പൊട്ടിപ്പോലേ. അവർ റിസ്ക് ഉണ്ടല്ലേ ബ്രാൻഡ് ചെയ്യുമ്പോ. അപ്പൊ നമ്മുടെ കടയുടെ പേരിൽ ഒരു ജെ ബ്രാൻഡ് ബിരിയാണി എന്ന് അടിക്കുമ്പോ നമ്മള് യൂട്യൂബ് ചാനലിന്റെ പേരതാ. ബിരിയാണി സ്റ്റോർ. ശരിക്കും യൂട്യൂബ് ഇതൊക്കെ ചെയ്യുന്നില്ല, വെറുതെ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നല്ല. കടയ്ക്ക് ഒരു പരസ്യമായിട്ട്. അല്ല, ഞാൻ നോക്കിയോണ്ട് ജെ ബിരിയാണി സ്റ്റോർ, അതിൽ യൂട്യൂബ് ജെ ബ്രാൻഡ് ബിരിയാണി. അല്ല, ബിരിയാണി അത് ഞാൻ എന്താ ഇയാള് യൂട്യൂബ് ഒക്കെ ഇങ്ങനെ ബിരിയാണി ഒരു വെറൈറ്റി ആണ്, അതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നു കേട്ടോ. അല്ല, പിന്നെ നിങ്ങളും എന്താ പറഞ്ഞേ ഉള്ളതൊക്കെ സത്യം പോലെയാണ് പറയുന്നോണ്ടേ. നമുക്ക് നമ്മളൊരു കച്ചവടക്കാരില്ലേ സത്യസന്ധമായിട്ട് പോയാലേ നിലനിൽപ്പുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 5 കൊല്ലം കഴിഞ്ഞ കടകളുടെ ബോർഡ് മാറി. അല്ല, ഇത് 36 കൊല്ലങ്ങൾ നിൽക്കുന്ന 34 കൊല്ലം നിൽക്കുന്ന എന്തുകൊണ്ടാ? നിങ്ങളെ സത്യസന്ധത കൊണ്ട് തന്നെയാണ്. അല്ലെ, പ്രത്യേകിച്ച് പലചോട് കേട്ടോ, ഭയങ്കര നമ്മളെ നാട്ടിലുണ്ട് ഇതേപോലെ കുറെ പഴക്കമുള്ള കടകൾ. എന്താ പറയാ, മനസ്സില് നന്മയുള്ള ഒരു മനുഷ്യനായതുകൊണ്ട്, സാമൂതിക ലക്ഷണമുള്ള ആളായതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് ഞാൻ സ്വീകരിച്ചു. കാരണം എന്താ പറഞ്ഞാൽ നിങ്ങൾ ഒരു കള്ളനാണെങ്കിൽ കള്ളത്തരം പറയില്ലല്ലോ, ഇങ്ങനത്തെ കച്ചവടക്കാരാകുമ്പോൾ പറയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് എന്താ പറയാ, നിങ്ങളൊരു അവാർഡായിട്ട് ഞാൻ സ്വീകരിച്ചു. ഏതായാലും